എന്താണ് എക്സോ പ്ലാനറ്റുകൾ? എക്സോ പ്ലാനറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെയാണ് എക്സോ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തേക്കാൾ വലിയതോ അല്ലെങ്കിൽ ഭൂമിയുടെയോ ചൊവ്വാഗ്രഹത്തിൻ്റെയോ അത്രയും വലുപ്പമുള്ളതോ ആകാം. ഇങ്ങനെയുള്ള എക്സോ പ്ലാനറ്റുകൾക്ക് അവയുടെ നക്ഷത്രത്തിന് ചുറ്റും ദിവസങ്ങൾ എടുത്ത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള എക്സോ പ്ലാനറ്റുകളുമുണ്ട്. അതുമാത്രമല്ല, അവർക്ക് ഒരേ സമയം 2 സൂര്യന്മാരെ ചുറ്റാൻ സാധിക്കും. അതായത് ഒരേ സമയം തന്നെ അവർ 2 നക്ഷത്രത്തെ ചുറ്റുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റു ചില ഗ്രഹങ്ങളുണ്ട്, അതായത് ഒരു നക്ഷത്രത്തിൻ്റെയും ഭാഗമല്ലാതെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്ന ഗ്രഹങ്ങൾ. ഇവയെ റോഗ് പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ രാത്രിയിലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന പല നക്ഷത്രങ്ങൾക്ക് ചുറ്റും മിനിമം ഒരു ഗ്രഹമെങ്കിലും ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗാലക്സിയിൽ തന്നെ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ വരും. ഇതിൽ തന്നെ ഭൂമിയുടെ സാദൃശ്യമുള്ളത് ലക്ഷക്കണക്കിന് ഗ്രഹങ്ങളായിരിക്കും ഉണ്ടാകുക. ഇവിടെയെല്ലാം ജീവൻ്റെ സാന്നിധ്യം കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങളെ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലൈറ്റ് പൊല്യൂഷനാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനുഷ്യൻ ഊഹിച്ചിരുന്നു. എന്നാലും അതിനുള്ള തെളിവുകളോ ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ആദ്യമായി തെളിവ് ലഭിച്ച നമ്മുടെ തലമുറയിൽപ്പെട്ടവർക്കാണ് എക്സോ പ്ലാനറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തായി ഗ്രഹങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ ആദ്യ തലമുറ. നമ്മളുടെ തൊട്ടടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറിയിൽ ഒരു ഗ്രഹമെങ്കിലും ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇത് 4 പ്രകാശവർഷം അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്ക് അവയുടെ അന്തരീക്ഷത്തെ പഠിക്കാനും അവയുടെ താപനിലയെ കണക്കാക്കാനുമാണ് ഇപ്പോൾ സാധിക്കുന്നത്. എന്നാൽ ജെയിംസ് വെബ് പോലെയുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ജീവൻ്റെ സാധ്യതകളെ പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1990കളുടെ തുടക്കത്തിലാണ് ആദ്യത്തെ എക്സോ പ്ലാനറ്റുകൾ കണ്ടെത്തിയത്. 50 പ്രകാശവർഷം അകലെയുള്ള സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തിന് ചുറ്റും ചുറ്റുന്ന ചൂടുള്ള വ്യാഴം എന്നറിയപ്പെടുന്ന 51 പെഗസിസ് ബി ആയിരുന്നു ആദ്യമായി ലോകത്തിലേക്ക് അവതരിപ്പിച്ച ഗ്രഹം എന്ന് പറയുന്നത്. 1995 ഇത് നടന്നത്. അതിനുശേഷം ഏകദേശം 1000ഓളം പുതിയ ഗ്രഹങ്ങളെയാണ് പിന്നീട് കണ്ടെത്തിയത്. ഗ്രഹങ്ങളുടെ വലുപ്പവും അവയുടെ മാസും അവയെ തരംതിരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. നാസയുടെ കെപ്ലർ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള ഡേറ്റ കാണിക്കുന്നത് ഒരു നിശ്ചിത വലുപ്പം പരിധിയിലുള്ള ഗ്രഹങ്ങൾ അപൂർവമാണ്. ഭൂമിയുടെ 1.5 മുതൽ 2 മടങ്ങ് വരെ വലിപ്പമുള്ള ഇവയെ സൂപ്പർ എർത്തുകൾ എന്ന കൂട്ടത്തിൽ നമ്മൾ ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത്. ഗ്രഹങ്ങളെ പലതായി തരംതിരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഗ്യാസ് ജൈൻസ് അല്ലെങ്കിൽ വാതക ഗ്രഹങ്ങൾ. അവയുടെ പേര് പോലെ തന്നെ ഇതിൽ കൂടുതലായും വാതകമാണുള്ളത്. അതായത് നമ്മളുടെ സൗരയൂഥത്തിലെ വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ വാതക ഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. മറ്റൊരു വിഭാഗമാണ് നെപ്റ്റ്യൂണിയൻ ഗ്രഹങ്ങൾ. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ നെപ്റ്റ്യൂണിനോടോ യുറാനസിനോടോ സമാനമായ വലിപ്പമുള്ള ഗ്രഹങ്ങളെയാണ് നെപ്റ്റ്യൂണിയൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ ഹൈഡ്രജനും ഹീലിയവുമാണ് ഏറ്റവും കൂടുതൽ അവയുടെ അന്തരീക്ഷത്തിലുള്ളത്. ഒരുപക്ഷെ പാറക്കൂട്ടങ്ങളും ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. നെപ്റ്റ്യൂണിനേക്കാൾ വലുതും ഭൂമിയേക്കാൾ ചെറുതുമായ ഗ്രഹങ്ങളെ മിനി നെപ്റ്റ്യൂണുകൾ എന്ന ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സൗരയൂഥത്തിൽ അങ്ങനെ ഒരു ഗ്രഹം ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല. പിന്നെ മറ്റൊരു വിഭാഗമാണ് സൂപ്പർ എർത്തുകൾ. സൂപ്പർ എർത്ത് സാധാരണയായി ഭൗമവിഹരങ്ങൾ തന്നെയാണ്. അവയ്ക്ക് അന്തരീക്ഷം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതെയും ഇരിക്കാം. എന്നാൽ അവ ഭൂമിയേക്കാളും മാസ് ഉള്ളവയാണ്. പക്ഷേ നെപ്റ്റ്യൂൺ എന്ന നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹത്തിനേക്കാളും ഭാരം കുറഞ്ഞവയുമാണ്. ഇതുകൊണ്ടാണ് ഇവയെ സൂപ്പർ എർത്തുകൾ എന്ന് പറയുന്നത്.
മറ്റൊരു വിഭാഗമാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. അതായത് നമ്മുടെ ഭൂമിയുടെ വലിപ്പമുള്ളതോ അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ വലിപ്പമുള്ളതോ ആയ പാറകൾ നിറഞ്ഞ ഗ്രഹങ്ങളെയാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. പാറ, സിലിക്കേറ്റ്, വെള്ളം അല്ലെങ്കിൽ കാർബൺ എന്നിവ ചേർന്നതാണ് ഈ ഗ്രഹങ്ങൾ. എന്നാൽ ഈ ഗ്രഹങ്ങളിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് അറിയുവാനായി കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ സൗരയൂഥത്തിനു പുറത്തായി കണ്ടെത്തിയിരിക്കുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നത് ഗ്യാസ് ജയൻസ് അല്ലെങ്കിൽ വാതക ഭീമന്മാരെയാണ്. ഇതിന് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ വലുപ്പമുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വലിപ്പം തന്നെയാണ്. വലിപ്പം കുറവായതുകൊണ്ട് തന്നെ അതിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ വാതക ഭീമന്മാർക്ക് വളരെയധികം വലിപ്പമുള്ളതുകൊണ്ട് അവയെ കണ്ടെത്താനും എളുപ്പമാണ്. എന്നാൽ ട്രാപ്പിസ്റ്റ് 1 സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ടെറസ്ട്രിയൽ പ്ലാനറ്റുകളെയാണ്. നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്താണെന്ന് മുമ്പേ പറഞ്ഞു. അങ്ങനെയുള്ള ഗ്രഹങ്ങളെയാണ് ട്രാപ്പിസ്റ്റ് 1 സിസ്റ്റത്തിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവയിൽ ജീവനുണ്ടോ എന്നുള്ളതിനുള്ള പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രകാരം ഈ ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. എന്നാലും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ചില ഗ്രഹങ്ങൾക്ക് അപൂർവമായ ചില കാര്യങ്ങളാണ് നമ്മളോട് പറയാനുള്ളത്. ചില ഗ്രഹങ്ങൾ പൂർണ്ണമായും ജലത്താൽ മൂടപ്പെട്ടവയാണ്. എന്നാൽ മറ്റ് ചിലവയാണെങ്കിൽ പൂർണ്ണമായും ലാവയാൽ മൂടപ്പെട്ടത്. എന്നാൽ മറ്റു ചില ഗ്രഹങ്ങളാണെങ്കിലോ പൂർണ്ണമായും തണുത്തു ഉറഞ്ഞു കിടക്കുന്ന ഗ്രഹങ്ങളും. അതുകൊണ്ട് തന്നെ ഇവയിൽ ജീവൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല. അതിനുള്ള കൂടുതലുള്ള പഠനങ്ങൾ അതിന് ആവശ്യമായി വേണ്ടിവരും. എന്നാൽ ജീവൻ്റെ സാധ്യതയുള്ള ഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രഹങ്ങളിൽ മാത്രമല്ല ജീവൻ്റെ സാധ്യതകൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ സൗരയൂഥത്തിലുള്ള പല ഉപഗ്രഹങ്ങളിലും ജീവൻ്റെ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അങ്ങനെയുള്ള ഉപഗ്രഹങ്ങളെ പറ്റി നമ്മൾ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ വിവരങ്ങൾ എടുത്തിരിക്കുന്നത് നാസയുടെ വെബ്സൈറ്റിൽ നിന്നുമാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും കയറി നോക്കാവുന്നതാണ്. താങ്ക് യു.